എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്ന വ്യത്യസ്തമായ ഒരു അറിവ് നൽകാനായിട്ടാണ്. ശിവരാത്രി ഐതിഹ്യം, ശിവരാത്രി ഭസ്മം. കുംഭമാസത്തിൽ ആണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഭാരതത്തിൽ പുരാണങ്ങൾ പറയുന്നുണ്ട്, പാലാഴി മദനം ചെയ്തു ദേവന്മാരും അസുരന്മാരും കൂടി ഈ പാലാഴി മദനം ചെയ്തപ്പോൾ ഒരുപാട് വിശിഷ്ട വസ്തുക്കൾ അതിൽ നിന്ന് ലഭിച്ചു. അതിൽ ഒന്നാണ് കാളകൂട വിഷം. ഈ വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും. എന്നിട്ട് ഭൂമിയിൽ വീഴാതെ അതിനെ ഭഗവാൻ പരമശിവൻ അത് വാങ്ങി പാനം ചെയ്തു. വിഷമാണ് അത്. വയറ്റിലേക്ക് പോകാതെ അപകടം സംഭവിക്കാതെ ഇരിക്കാൻ ഭാര്യയായ പാർവതി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു. അത് പുറത്തേക്ക് തുപ്പിയാൽ ദോഷമാണ് ലോകത്തിന്. അത് പോകാതെ ഇരിക്കാൻ മഹാവിഷ്ണു ശിവൻ്റെ വായും അടച്ചു പിടിച്ചു. അങ്ങനെ ഖണ്ഡത്തിൽ അഥവാ കഴുത്തിൽ അങ്ങനെ കെട്ടിനിന്നു. അങ്ങനെ ശിവൻ്റെ കഴുത്ത് നല്ല നീല നിറമായി. അതുകൊണ്ട് ശിവന് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. ഈ ശിവന് ഈ വിഷബാധ ഏൽക്കാതെ ഇരിക്കാനായി പാർവതി ദേവി ഉറക്കം ഒഴിച്ചിരുന്നു, ഉപവാസം അനുഷ്ഠിച്ചു. ഇതാണ് ശിവരാത്രി ആയിട്ട് ആചരിക്കുന്നത്. ഈ ശിവരാത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നേ ദിവസം രാവിലെ ദീപജ്യോതിയെ പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിച്ച് സൂര്യഗായത്രി മന്ത്രം 3 തവണ ഉരുവിട്ട് അതിനുശേഷം മുറ്റത്ത് കൊണ്ടുവച്ച് ചാണകം കൊണ്ട് മെഴുകി സ്ഥലത്ത് കുറച്ച് ഉമി നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓരോ ചാണകം ഉരുളകളായിട്ട് നിരത്തി ഒരു കോൺ ആകൃതിയിലേക്ക് മാറ്റുന്നു. ചാണക ഉരുളകൾ 5 അല്ലെങ്കിൽ 9, 7 അങ്ങനെ ഒറ്റ സംഖ്യയിലായിരിക്കണം ഉരുളകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഉരുളകൾ നിരത്തിന് മുകളിലാക്കി വെക്കും. എന്നിട്ട് ഉമി ഇടയ്ക്ക് കുറച്ച് ഇടുന്നു. ആ വിളക്കിൽ നിന്ന് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു തിരി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു. അങ്ങനെ അതിരുന്ന് നീറി കത്തിയതിന് ശേഷം രാത്രി നീറി കത്തുന്നു. അങ്ങനെ കത്തി കുറേ ആയി കഴിയുമ്പോഴത്തേക്ക് അന്ന് രാത്രി മുഴുവൻ എരിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ആ ഉമിയും വെള്ള നിറമുള്ള ഭസ്മാകൃതിയിലേക്ക് അത് മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ തവണ കഴുകിയെടുത്ത് നമ്മൾ ഉണക്കി നമ്മുടെ വീട്ടിൽ ഭസ്മമായിട്ട് 1 വർഷക്കാലം നമ്മൾ സൂക്ഷിക്കുന്നു. ഏറ്റവും നല്ല ഭസ്മമാണ്, നല്ല സുഗന്ധവും അതുപോലെ തന്നെ നമ്മളുടെ വീടിന് ഐശ്വര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഭസ്മമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഭസ്മം ശിവരാത്രി ദിവസം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഐതിഹ്യം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.